ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം എൻ്റെ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ സക്രബൈൽ എലിഫൻറ്റ് പാർക്ക് കണ്ടിട്ടായാൽ പിന്നെ ഞങ്ങൾ ഡയറക്റ്റായിട്ട് പോയത് പിന്നെ ഷിമോഗ ഓഷ്യൻ പാർക്കിലേക്കാണ് കേട്ടോ. ഇത് പുതിയതായിട്ട് സ്റ്റാർട്ടായതാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് സ്റ്റാർട്ടായ ഒരു ഇതാണ് ഓഷ്യൻ പാർക്ക് പറഞ്ഞിട്ട് ഫുള്ളും വെള്ളത്തിൻ്റെ കളികളും ഈ ഞങ്ങളുടെ വണ്ടർല പിന്നെ ഫാൻറ്റസി പാർക്കെല്ലാം ഉണ്ടല്ലേ ആ ടൈപ്പിലായിട്ട് വരും കേട്ടോ. പക്ഷേ അത്രത്തോളം കളികളൊന്നും ഇതിലില്ല. ടിക്കറ്റ് 600 രൂപ വരും കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ എത്തിയിട്ട് ഞങ്ങളെങ്ങനെ വെള്ളത്തിൽ കളിക്കാൻ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായി. പിന്നെ അവിടുന്ന് പിന്നെ ഡ്രസ്സ് മാറ്റാനൊന്നും ഞങ്ങൾ നിന്നിട്ടില്ല കേട്ടോ. പിന്നെ അവിടെ പോയിട്ട് ഞങ്ങൾക്കൊരു ഹാഫ് ആൻ അവർ ടിക്കറ്റിന് കാക്കേണ്ടി വന്നിട്ടുണ്ടായി. അവിടെ ടിക്കറ്റിന് കാക്കാനെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് 4 അടിൻ്റെ താഴത്തെ കുട്ടികൾക്ക് 400 രൂപയും പിന്നെ അതിൻ്റെ മേലുള്ള എല്ലാവർക്കും 600 രൂപ മാത്രം ചാർജാണ് കേട്ടോ. ജാസ്തിയൊന്നുമില്ല. 600 രൂപയും പിന്നെ കുട്ടികൾക്ക് 400 രൂപ അത്ര തന്നെ അവിടെ ചാർജുള്ളൂ. പക്ഷേ ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഞങ്ങളൊന്ന് വെയിലത്ത് നിന്നിട്ട് കാക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കുട്ടികൾ അതിൻ്റെ ഇടയിൽ കൂടെ വെള്ളം വീണതെല്ലാം കാട്ടിത്തരണമായിരുന്നു. അപ്പോൾ കൈക്കൊരു ബാഡ്ജ് പോലത്തെ ഒരു സാധനം കെട്ടാൻ തരുമോ അവർ, അത് കെട്ടിയിട്ടാണ് അകത്ത് പോകേണ്ടത്. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ കളികളും വെള്ളത്തിൻ്റെ അതൊരിതാണ് ഈ ടൈപ്പിലാണ് ഉള്ളത് കേട്ടോ. തൊട്ടടുത്ത് തന്നെ ഹോട്ടലും ഉണ്ട്. പക്ഷേ ഈ 600 രൂപ എന്ന് പറഞ്ഞത് ഇതിൽ ചോറും ഇൻക്ലൂഡാണ് കേട്ടോ. അപ്പോൾ നല്ല കളികളെല്ലാം കേട്ടോ. ഞങ്ങൾ അതിലൊന്നും ചാടാനൊന്നും പോയിട്ടില്ല. ഭയങ്കര കാണുമ്പോൾ തന്നെ നല്ലോണം പേടിയുണ്ടായി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെറിയ സ്വിമ്മിങ് പൂളിലാണ് കളിച്ചിട്ടുണ്ടായത് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കെല്ലാം വേണ്ടിയിട്ട് ചെറിയ പൂളും ഉണ്ട്, വലിയവർക്ക് വേണ്ടിയിട്ടുള്ള വലിയ പൂളും അവിടെ ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് ആ വെള്ളത്തിൽ കളിക്കാനെന്ന് പറഞ്ഞാൽ ടൈം പോകണം തന്നെ അറിയില്ല കേട്ടോ. ടൈം 1:30 മണിക്ക് ഫുഡ് കൊടുക്കും. 1:30 മണിക്ക് ഫുഡ് കൊടുത്തപ്പോൾ 2-2:30 മണി വരെ ഫുഡ് കൊടുക്കും കേട്ടോ. അപ്പോൾ ഫുഡ് വാങ്ങാനായിട്ട് ഞങ്ങൾക്ക് ആദ്യം തന്നെ ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു ടോക്കൺ തന്നിട്ടുണ്ടാവും. അത് കാട്ടിയാലേ ഫുഡ് കിട്ടുള്ളൂ അവിടെ. അപ്പോൾ ആ ടോക്കൺ ഞങ്ങൾ സേഫ്റ്റി ആയിട്ട് വെക്കണം, ഞങ്ങൾ ആ ടോക്കന്നെ. പിന്നെ ലോക്കറെല്ലാം ഉണ്ട് കേട്ടോ. ഡ്രസ്സായിട്ടും മൊബൈലായിട്ടും വെക്കാനുള്ള ലോക്കറുകളെല്ലാം ഞങ്ങൾക്ക് അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ കുട്ടികൾ ഈ കളിക്കുന്ന ഇതിൻ്റെ വെള്ളത്തിൽ ഇറങ്ങുന്ന ആ ബലൂൺ ടൈപ്പിൻ്റെ സാധനത്തിനെല്ലാം അവിടെ ഭയങ്കര വിലയാണ് കേട്ടോ. 250 രൂപ സംതിങ് വരും അതിന്. അപ്പോൾ അത് വാങ്ങാതിരിക്കുക നോക്കുക കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇവിടെ അടുത്തായിട്ടുള്ളവരായിട്ടുണ്ടെങ്കിൽ എൻ്റെ നാടിൻ്റെ ചിക്ക്മംഗ്ലൂർ സറൗണ്ടിലുള്ളവരായെങ്കിൽ പോയിട്ട് കളിക്കാൻ നല്ലൊരു സ്പേസ് തന്നെയാണ്. അപ്പോൾ 1:30 മണിയാകുമ്പോഴത്തേനും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടായിട്ടോ. പലാവും പിന്നെ അതിന് കച്ചമ്പറും പിന്നെ ഇത് പയറിൻ്റെ ഉപ്പേരി ടൈപ്പിലുണ്ടായി, പിന്നെ അച്ചാർ, പിന്നെ ഇത്തിരി സ്വീറ്റും കൂടി ഉണ്ടായിട്ടോ. ഫസ്റ്റ് ട്രിപ്പിന് ഞങ്ങൾക്ക് ഇതൊക്കെയാണ് തരുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതുണ്ടായിട്ടോ, തൈര് ചോറുണ്ടായി. അപ്പോൾ ഇതായിട്ട് പിന്നെ ഞങ്ങൾക്ക് അത് മതിയാവുന്നത്ര ഉണ്ടാവും. പക്ഷേ ഞങ്ങൾക്ക് വൈറ്റ് റൈസും കിട്ടും കേട്ടോ. വൈറ്റ് റൈസ്, പപ്പടം, പിന്നെ അച്ചാർ വേണമെങ്കിൽ അച്ചാർ, രസം, പിന്നെ ഇത് കുടിക്കാനുള്ള തൈരും വെള്ളവും അങ്ങനത്തെ എല്ലാം നെക്സ്റ്റ് ട്രിപ്പിൽ ഞങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായി. ഞങ്ങൾ വേഗം പോയിട്ട് ക്യൂവിൽ നിന്നതുകൊണ്ട് വേഗം ചോറ് കഴിക്കാൻ ഇരുന്നിട്ട് തിന്നാനുള്ള സ്ഥലം കിട്ടുന്നുണ്ടായി. പിന്നെ വന്ന ആൾക്കാരെല്ലാം നിന്നിട്ടും താഴെ നിലത്തിലിരുന്നിട്ടെല്ലാം കഴിച്ചും കൊണ്ടായത് കേട്ടോ ഭക്ഷണം. അപ്പോൾ കുട്ടികൾക്കെല്ലാം നല്ലതാണ്. ചെറിയ കുട്ടികളുണ്ടെങ്കിൽ നല്ല ഭക്ഷണമാണ്. ഭക്ഷണം മാത്രം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഫുള്ള് വെജ് മീൽസാണ് കേട്ടോ. അപ്പോൾ നല്ല 600 രൂപയ്ക്ക് നല്ല വെർത്താണ്. പോകേണ്ട ആൾക്കാർ പോയിട്ട് കളിക്കാം. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്നാർപ്പുഴ എന്ന സ്ഥലത്തിലേക്ക് ഒരു ചെറിയ ഡാം നോക്കാനായിട്ട് പോയിൻ്റായി കേട്ടോ. അപ്പം നല്ല ഭംഗിയുള്ള പ്ലേസ്, നല്ല കാറ്റുള്ള പ്ലേസാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.